ഹായ് ഗായ്സ്, അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്പർ ലിമ്പിലെ ഇന്നലെ നമ്മൾ എൽബോ ജോയിന്റ് ആണ് പഠിച്ചത്. അപ്പൊ എൽബോ ജോയിന്റിന്റെ അവിടെ തന്നെയുള്ള ഇമ്പോർട്ടന്റ് ഫോഴ്സയാണ് ക്യുബൈറ്റൽ ഫോഴ്സ. അപ്പം നമ്മുടെ ബോഡിയിലെ രണ്ട് ഇമ്പോർട്ടന്റ് ഫോഴ്സയാണ്. അതിൽ മെയിൻ ആണ് നമ്മുടെ അപ്പർ ലിമ്പിലുള്ള ക്യുബൈറ്റൽ ഫോഴ്സ, അതായത് ഈ റീജിയൻ അറിയാലോ. അതേപോലെ തന്നെ പോപ്ലീറ്റിയൽ ഫോഴ്സ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിന്റെ ബാക്ക് സൈഡിൽ നീടെ, അതാണ് പോപ്ലീറ്റിയൽ ഫോഴ്സ. അപ്പൊ ക്യുബൈറ്റൽ ഫോഴ്സ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇത് 5 മാർക്സിനെ പൊതുവെ ചോദിക്കാറുള്ളൂ. ഇൻട്രൊഡക്ഷൻ എഴുതുക. ഇൻട്രൊഡക്ഷൻ എന്താണ് പറയുന്നത്? ക്യുബൈറ്റൽ ഫോഴ്സ ഈസ് എ ട്രയാങ്കുലർ ഷേപ്ഡ് ഡിപ്രഷൻ ലൊക്കേറ്റഡ് ഓൺ ദ ആന്റീരിയർ ആസ്പെക്ട് ഓഫ് ദ എൽബോ ഫോമിംഗ് ദ ട്രാൻസിഷൻ ബിറ്റ്വീൻ ദ ആം ആൻഡ് ദ ഫോർ ആം. അത് നമുക്കറിയാലോ. ക്യുബൈറ്റൽ ഫോഴ്സ എന്ന് പറഞ്ഞാൽ ട്രയാങ്കുലർ ഷേപ്ഡ് ആണ്. നമ്മുടെ ഇവിടെ അറിയാലോ, ഡിപ്രഷൻ ആന്റീരിയർ ആസ്പെക്ട് ഓഫ് ദ എൽബോ, എൽബോയുടെ ഫ്രണ്ട് സൈഡിൽ ആന്റീരിയർ ആസ്പെക്ട് എന്ന് പറയുമ്പോൾ, അതേപോലെ തന്നെ ഫോമിംഗ് ദ ട്രാൻസിഷൻ ബിറ്റ്വീൻ ദ ആമിന്റെ ഫോറാമിന്റെ എന്താ പറയുക, ഒരു ജംഗ്ഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു ട്രാൻസിഷനിൽ ഫോം ചെയ്യുന്നതാണ് ക്യുബൈറ്റൽ ഫോഴ്സ എന്ന് എഴുതുക. ഇൻട്രൊഡക്ഷൻ. നെക്സ്റ്റ് ബൗണ്ടറീസ് ആണ്. ബൗണ്ടറീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കണം. അപ്പൊ ഹെഡിങ് ബൗണ്ടറീസ് നോക്കാം. ഫോഴ്സയുടെ ബൗണ്ടറീസ് അറിയണമല്ലോ. അപ്പം സുപ്പീരിയർ ഉണ്ട്, ലാറ്ററൽ ഉണ്ട്, മീഡിയൽ ഉണ്ട്, ഫ്ലോറും റൂഫും അറിയണം. ഓക്കെ, ഫ്ലോർ, റൂഫ്, സുപ്പീരിയർ, ലാറ്ററൽ, മീഡിയൽ, ഫ്ലോർ ആൻഡ് റൂഫ്. അപ്പൊ സുപ്പീരിയർ എന്ന് പറഞ്ഞാൽ മീഡിയൽ ആൻഡ് ലാറ്ററൽ എപ്പിക്കോണ്ടൈൽ ഓഫ് ദ മീഡിയൽ ആൻഡ് ലാറ്ററൽ epicondyles of the humerus. അതേപോലെ തന്നെ ലാറ്ററൽ ബ്രേക്കിയോറേഡിയാലിസ് മസിൽ, ബ്രേക്കിയോറേഡിയാലിസ് മസിൽ. then medial pronator teres muscle. അതേപോലെ ഫ്ലോർ ബ്രേക്കിയാലിസ് and supinator muscles. Then coming to roofil skin and fascia, fascia and the bicipital aponeurosis. ഇത്രയാണ് വരുന്നത് ക്യുബൈറ്റൽ ഫോഴ്സ. ഇൻട്രൊഡക്ഷൻ 1 മാർക്ക് ആൻഡ് ഡയഗ്രാം വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. നിങ്ങളൊരു ഡയഗ്രാം ഉണ്ട് നമ്മുടെ ടെക്സ്റ്റിൽ, ഐദർ ഇൻ വിശ്രാം സിംഗ് ഓർ എൽസ് ഇൻ ദ BD ചൗരാസി. അപ്പോൾ ബോത്തിൽ ഒരു ഡയഗ്രാം ഉണ്ട്. അപ്പോൾ ആ ഡയഗ്രാം വരച്ച് കഴിഞ്ഞിട്ട് മാർക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഈ ബൗണ്ടറീസ് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. കാരണം അതിൽ തന്നെ ഉണ്ട്. അപ്പോൾ അത് പടം വരച്ചിട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഒരു 1 മാർക്ക് ഫോർ ഷൂ ഫോർ ഡയഗ്രാം, 1 മാർക്ക് ഫോർ ഇൻട്രൊഡക്ഷൻ ആൻഡ് ദിസിനൊരു 2 മാർക്സ് ഉണ്ടാവും. അപ്പോൾ തന്നെ 4 മാർക്സ് ആയി. അപ്പം ഇത്രയും എഴുതുക. ഓക്കെ, അപ്പം സുപ്പീരിയർ എന്ന് പറഞ്ഞാൽ മീഡിയൽ ലാറ്ററൽ എപ്പിക്കോണ്ടൈൽസ് ഓഫ് ദ ഹ്യൂമറസ്. ഹ്യൂമറസിന്റെ മീഡിയൽ ലാറ്ററൽ എപ്പിക്കോണ്ടൈൽസ് എവിടെയാണ്? താഴെ. ഇത് മീഡിയൽ എപ്പിക്കോണ്ടൈൽ, ഇത് ലാറ്ററൽ എപ്പിക്കോണ്ടൈൽ. ഇവിടെയാണ് ക്യുബൈറ്റൽ ഫോഴ്സ. ബ്രേക്കിയോറേഡിയാലിസ് മസിൽ ഉണ്ട്, അറിയാലോ. ബ്രേക്കിയോറേഡിയാലിസ് മസിൽ, പ്രൊനേറ്റർ ടീരീസ് മസിൽ, ബ്രേക്കിയാലിസ്, സുപ്പൈനേറ്റർ മസിൽസ്, റൂഫിൽ സ്കിൻ, ഫേഷ്യ ആൻഡ് ബൈസിപിറ്റൽ അപ്പോന്യൂറോസിസ്. ഇത്ര എഴുതുക. ഓക്കെ, വെരി മച്ച് ഇമ്പോർട്ടന്റ് ആണ് ക്യുബൈറ്റൽ ഫോഴ്സ ആൻഡ് പോപ്ലീറ്റിയൽ ഫോഴ്സ. ലോവർ ലിംബിലാണ് പോപ്ലീറ്റിയൽ ഫോഴ്സ. നമ്മൾ വൺസ് ലോവർ ലിംബിന്റെ ക്ലാസ് എടുക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ അത് പഠിക്കും. അതുവരെ നമ്മൾ ഇതായിരിക്കും നോക്കുന്നത്. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടൻസ് ആണ്. കണ്ടൻസ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. എന്തൊക്കെ കണ്ടൻസ് ആണ് അതിലുള്ളത് ക്യുബൈറ്റൽ ഫോഴ്സയിൽ? അപ്പം ക്യുബൈറ്റൽ ഫോഴ്സയിൽ കണ്ടൻസ് നിങ്ങൾ ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. MBBS എന്താണ്? ക്യുബൈറ്റൽ ഫോഴ്സയിലെ കണ്ടൻസിലെ MBBS എന്ന് പറയും. അപ്പൊ MBBS, M for median nerve, ഓക്കെ, B for brachial artery, biceps brachii, ഏറ്റവും ഷോർട്ട് ആയിട്ടാണോ ഞാൻ എഴുതുന്നത്, ആൻഡ് സൂപ്പർഫിഷ്യൽ റേഡിയൽ നെർവ്. ഇത്രയും കണ്ടൻസിൽ നിങ്ങൾ എഴുതിയാൽ 1 മാർക്സ് കിട്ടും. ഓക്കെ, അപ്പം കണ്ടൻസ് എന്ന് പറഞ്ഞാൽ MBBS ആണ്. ക്യുബൈറ്റൽ ഫോഴ്സ, മീഡിയൻ നെർവ്, ബ്രേക്കിയൽ ആർട്ടറി, ബൈസെപ്സ് ബ്രേക്കായി, സൂപ്പർഫിഷ്യൽ റേഡിയൽ നെർവ്. ഇത് വെരി മച്ച് ഇമ്പോർട്ടന്റ് ആണ്.
അപ്പൊ നിങ്ങൾ കണ്ടൻസ് എഴുതുക. ഇനി നമ്മൾക്ക് ക്ലിനിക്കൽ ഇമ്പോർട്ടൻസ് ആണ്. ക്ലിനിക്കൽ ഇമ്പോർട്ടൻസ് ഹെഡിങ് കൊടുക്കുക. എന്താണ് ഇതിന്റെ ക്ലിനിക്കൽ ഇമ്പോർട്ടൻസ്? അപ്പൊ എഴുതുക ബ്ലഡ് പ്രഷർ മാനേജ്മെന്റിന് ഇത് വളരെയധികം യൂസ്ഫുൾ ആണ്. BP മാനേജ്മെന്റ്, ബ്ലഡ് പ്രഷർ മാനേജ്മെന്റ്. അതേപോലെ തന്നെ കമ്മിങ് ടു വെനിപങ്ക്ചർ. വെനിപങ്ക്ചർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? വെയിനിൽ നിന്ന് നമ്മൾ പങ്ക്ചർ ചെയ്ത് ബ്ലഡ് എടുക്കില്ലേ? എപ്പോഴും ബ്ലഡ് ടെസ്റ്റിനൊക്കെ എവിടുന്ന നമ്മൾ ബ്ലഡ് എടുക്കുന്നത്? അതാ ഇവിടുന്ന്. അതാണ് വെനിപങ്ക്ചർ. നെർവ് ഇഞ്ചുറീസ്, fractures and trauma. Trauma means accident, injury എന്നൊക്കെയാണ് ട്രോമ എന്ന വേർഡിന്റെ മീനിങ്. ബ്ലഡ് പ്രഷർ മാനേജ്മെന്റ്, വെനിപങ്ക്ചർ, നെർവ് ഇഞ്ചുറീസ്, ഫ്രാക്ചേഴ്സ് ആൻഡ് ട്രോമ. ഇതാണ് ക്യൂബൈറ്റൽ ഫോഴ്സ്. ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. MBBS എന്നുള്ളത് ഓർത്തിരിക്കുക. കണ്ടൻസിൽ ഇത്ര എഴുതിയാൽ നിങ്ങൾക്ക് 5 out of 5 കിട്ടും. അതേപോലെ തന്നെ ഡയഗ്രാം കൂടെ വരയ്ക്കുക. ആൻഡ് മാർക്ക്, ഡയഗ്രാം വരച്ച് മാർക്ക് ചെയ്താൽ നിങ്ങൾക്ക് സ്കോർ കിട്ടും. അപ്പോൾ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താഴെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ടേക്ക് കെയർ, ബൈ.